നമസ്കാരം സുഹൃത്തുക്കളെ, മാരിയോയും ജിജിയും നമ്മുടെ ജുബിൻ്റെ കൂടെയാണ്. ജുബിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഒരു 2 ആഴ്ചക്ക് മുമ്പ് ഞങ്ങൾ 25 വീടുകൾക്ക് തറക്കല്ലിട്ട സമയത്ത് ജുബിൻ്റെ നെഞ്ചോട് കിടക്കുന്ന ഒരു വാഹനമാണ് ഈ ഗൂർഖ. അപ്പോൾ ജുബിൻ കഴിഞ്ഞ 2018 മുതൽ ഇങ്ങോട്ട് ഇവിടുത്തെ ടൂറിസം മൊത്തത്തിൽ ഒന്ന് ഡള്ളായി നിൽക്കുന്നതുകൊണ്ട് സാമ്പത്തികമായി ഞെരുക്കത്തിലാണ്. എങ്കിലും ഒരു കുടുംബത്തിന് വീട് പണിത് കൊടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് നമ്മളോട് ഇഷ്ടം പറഞ്ഞതാണ് ഈ ഗൂർഖ വിറ്റിട്ട് കിട്ടുന്ന കാശ് കൊണ്ടൊരു വീട് പണിത് കൊടുക്കാൻ. അങ്ങനെയായിരുന്നു ജുബിൻ പറഞ്ഞത്. പക്ഷേ ജുബിൻ ഒരു കാര്യം കേൾക്കണം, ആ വീഡിയോൻ്റെ അടിയിൽ ജുബിൻ കമൻ്റ് ഇരുന്ന് വായിക്കണം. ജുബിൻ മോൻ്റെ വണ്ടി വിൽക്കരുത്, ജുബിൻ മോൻ്റെ വണ്ടി വിൽക്കരുത്, അതുകൊണ്ട് വീട് വെക്കരുത്, എല്ലാവരും അതാ കമൻറ്റ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഒരാൾ കോൺടാക്ട് ചെയ്തിട്ട് ജുബിൻ്റെ നമ്പർ ചോദിച്ചു. ഞാൻ അവർക്ക് ജുബിൻ്റെ നമ്പർ കൊടുക്കുകയും ചെയ്തായിരുന്നു. ജുബിനോട് അവർ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം ജുബിൻ തന്നെ പറയണം, എന്തായിരുന്നു അവർ പറഞ്ഞതെന്നുള്ളത്. അന്ന് ആ വീഡിയോ ഒരുപാട് ആളുകൾ കാണുകയും ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുകയും ചെയ്തു ബ്രദറെ. പക്ഷെ അതിനകത്ത് എന്നെ കരയിപ്പിച്ച 2 ആളുകൾ, ഒന്ന് സെലി ജോർജ് എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ്, രണ്ടാമത്തെ അഭിലാഷ് എന്ന് പറയുന്ന ഒരാളാണ്. ഞാൻ ആദ്യം അഭിലാഷിൻ്റെ കാര്യം പറയാം. അഭിലാഷ് നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത് ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ ഈ അടുത്ത ദിവസം ഗ്രീസിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കാര്യം വീട് പണിയാൻ വേണ്ടി സ്ഥലം വാങ്ങിയിട്ടിട്ട് കട്ടിലും ജനലൊക്കെ ഇറക്കി വെച്ച് അതെല്ലാം നശിച്ചു പോയി. വീട് പണിയാൻ വേണ്ടിയിട്ട് പൈസ ഇല്ല പാവത്തിന്. അപ്പോൾ അയാളിൽ നല്ലൊരു വണ്ടിയുണ്ട്, പുത്തൻ വണ്ടിയാണ്. അപ്പോൾ അതിൽ 2 ലക്ഷം രൂപയും കൂടെ അടയ്ക്കാനുണ്ട്. അപ്പോൾ അയാൾ എന്നെ വിളിച്ചൊന്ന്, ചേട്ടൻ ആ വണ്ടി കൊടുക്കുകയല്ലേ, ഒരു കാര്യം ചെയ്ത് ഈ വണ്ടി ചേട്ടൻ കൊണ്ടുപോയിക്കോ, എനിക്ക് പൈസ ഒന്നും വേണ്ട, എൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നെ. ഞാൻ ശരിക്കും കരഞ്ഞു പോയി. ഞാൻ കുറേ അയാളോട് പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് എന്നെ സങ്കടപ്പെടുത്തരുതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ചേട്ടാ അതിൽ കൂടുതൽ സങ്കടമായി എനിക്കത് കേട്ടപ്പം, അതുകൊണ്ട് ചേട്ടൻ ആ വണ്ടി എന്തായാലും കൊണ്ടുപോകണം. പിന്നെ ഞാൻ പറഞ്ഞ് പുള്ളിയെ കൺവിൻസ് ചെയ്തു. അപ്പം ഒരുപാട് നന്ദി. അഭിലാഷിനെ പോലെയുള്ള ഒരുപാട് നല്ല മനസ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. നോക്കണേ, സ്വന്തം വീട് പണിയാൻ പറ്റാതെ സാമ്പത്തിക ബാധ്യതയും ബുദ്ധിമുട്ടും ഇരിക്കെ ഈ വണ്ടിയിൽ ഇത്രയും വിഷമം ഇരിക്കെ എങ്ങനെയെങ്കിലും, അതായത് ജുബിൻ ഈ വണ്ടി കൊടുക്കുമ്പോൾ ജുബിൻ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങാൻ വേണ്ടി വേണേ, ആ വണ്ടി എടുത്തോളാൻ പറയുന്ന ഒരു മനസ്സ് മലയാളി പൊളിയാണ്. സെലി ജോർജ് എന്നാണ് ചേച്ചി വിളിച്ചത്. ചേച്ചി വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്, എനിക്ക് തോന്നുന്നു തൊടുപുഴ, തൊടുപുഴ. അപ്പോൾ ചേച്ചി വിളിച്ചത് ഓസ്ട്രേലിയയിൽ നിന്നാണ്, കാൻബറയിലാണ്. അപ്പോൾ ചേച്ചി വിളിച്ച് ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് കൂടുതൽ എന്നെ സങ്കടപ്പെടുത്തി. കാര്യം ചേച്ചി നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ റിട്ടയർമെൻറ്റ് എടുക്കുന്ന സമയമാണ്, അതായത് 60 വയസ്സിന് മുകളിലായി. ചേച്ചി ഇപ്പോഴും വർക്കിംഗ് ആണ്. ചേച്ചിക്ക് 3 മക്കളാണ്. ഒരാൾ ഡോക്ടറാണ്, ഭാര്യയും ഡോക്ടറാണ്, അവർ UK-യിലാണ്. രണ്ടാമത്തത് ഒരു മോളാണ്, മൂന്നാമത്തത് മകനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി എന്നോട് പറയാം, ജുബിന് ഈ സംഭവം അറിഞ്ഞ മുതൽ ഞാൻ എക്സ്ട്രാ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ്, ഇപ്പോഴും പുള്ളിക്കാരി വയനാടിന് വേണ്ടി നൈറ്റ് ഷിഫ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നൈറ്റ് ഷിഫ്റ്റ് അഡീഷണൽ ഡ്യൂട്ടി എടുത്തിട്ട് കിട്ടുന്ന പൈസയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ ഞാൻ തകർന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നേ ചേച്ചി, എനിക്ക് അങ്ങനെയൊന്നും പറയരുത്. അപ്പോൾ പറഞ്ഞു, ഇത് മസ്റ്റായിട്ട് ജുബിൻ ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറയുകയാണ്, ജുബിൻ മസ്റ്റായിട്ട് വണ്ടി അവിടെ വെക്കണം. അതിൻ്റെ പൈസ 8 ലക്ഷം രൂപ, ഒരു വീട് പണിയാനുള്ള പൈസ ഞാൻ അവർക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെന്തിനാണ് ഈ വണ്ടി അവിടെ വെക്കുന്നത്, നമുക്ക് വണ്ടി വിറ്റാൽ വേറെ വീടും കൂടെ പണിയാലോ. അപ്പോൾ ചേച്ചി പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനങ്ങനെ ജുബിനോട് ബ്ലൈൻഡായിട്ട് പറഞ്ഞതല്ല, ജുബിനെക്കുറിച്ച് അന്വേഷിച്ചു. ചേച്ചിക്ക് കുറച്ച് കുടുംബക്കാരുണ്ട് ഇവിടെ. അതുപോലെ ഒരു ഈ വടുവഞ്ചാലടുത്ത് ഒരു ആശ്രമത്തിലൊരു വൈദികൻ ഞങ്ങളുടെ വീട്ടിൽ വരിക അന്വേഷിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ട് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളില്ലേ, അതിന് ഈ വണ്ടി ആവശ്യമുണ്ട്, ആ വണ്ടി അവിടെ ഇരിക്കണം. ഞാൻ വരുമ്പോൾ എനിക്ക് ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം, വയനാട് പല ഭാഗങ്ങളും വിലങ്ങാടൊക്കെ പോകാൻ ജുബിൻ തന്നെ വരണം. അപ്പോൾ ആ വണ്ടി അവിടെ ഇരിക്കട്ടെ, അതിനുള്ള പൈസ ജുബിന് വിഷമിക്കേണ്ട, ആ പൈസ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എത്ര പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടും പുള്ളിക്കാരി സമ്മതിക്കുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ശരിക്കും പറയുകയാണെങ്കിൽ NRIs ആയിട്ടുള്ള ആളുകൾ, NRIസിന്റെ കാര്യം എന്നാണെന്നറിയോ, അത് പ്രത്യേകം ജുബിനും അറിയണം. ഞാനും ജിജിയും ഒത്തിരി ഇങ്ങനെ യാത്ര ചെയ്തവരല്ലേ. മലയാളികളെക്കാൾ കൂടുതൽ അധ്വാനശീലർ അവരാണ്. കാരണം അവർക്ക് വീടിൻ്റെ ലോൺ അടക്കാനും അവരുടെ ജോലിക്കെടുത്ത ലോണ്, മക്കളുടെ പഠനം, ഇതിനൊക്കെ വേണ്ടി അവർ ശരിക്കും പണിയെടുക്കണം. അവർ എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കും, കൂടുതൽ പണിയെടുക്കും. എന്നിട്ട് ഇവർ ഈ എടുക്കുന്ന പണിയെന്നൊക്കെ ഉണ്ടല്ലോ, അവിടെയുള്ള വിദേശ പള്ളികളിൽ എന്ത് കളക്ഷൻ ആര് ചെന്നാലും ഇവർ സപ്പോർട്ട് ചെയ്യും. പള്ളികൾക്ക് വേണ്ടിയും അരമനക്ക് വേണ്ടിയും ഇവിടെ നാട്ടിലുള്ള ആശ്രമങ്ങൾക്ക് വേണ്ടിയും ധ്യാനകേന്ദ്രങ്ങൾക്ക് വേണ്ടിയും എന്തിനു ചെന്നാലും ഇവർ കൊടുക്കും. നാട്ടിൽ ഓവർ ടൈം പണിയെടുത്ത് കൊടുക്കും. പണിയെടുക്കാൻ ഒരു മടിയില്ലെന്നുള്ളതാണ്. പറയാൻ കാര്യം എന്താ പറയുക, ഈ ചേച്ചി ഓൾറെഡി 2-3 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ സ്കിൻ ഡിസീസ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യുന്നുണ്ട്. അതൊക്കെ ആ കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്തു. ഇത്രയൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഇതും കൂടെ ചെയ്യുമ്പോൾ അതൊരു ബേർഡൻ ആവരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ഇവനെ ഞാൻ വയനാട്ടിൽ വരാറുണ്ട്, എനിക്ക് കുടുംബക്കാരൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷേ എനിക്ക് താമസിക്കാൻ സ്ഥലമൊന്നുമില്ല, ഞാനിവിടെ വരുമ്പോൾ ബന്ധുവീടുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കാര്യം എൻ്റെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞു, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ചേർത്ത് പിടിക്കണം. കാര്യം നമ്മുടെ നാടിനൊരു പ്രശ്നം വരുമ്പോൾ ആദ്യം സഹായിക്കാൻ വരുന്ന ഇതുപോലെയുള്ള മലയാളികളായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് NRIs. എനിക്ക് ഓസ്ട്രേലിയയിലുള്ള എല്ലാ മലയാളി അസോസിയേഷൻ്റെ ആളുകളോട് പറയാനുള്ളത്, എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഇതുപോലെയുള്ള സെലി ചേച്ചി പോലുള്ള ആളുകളെ ചേർത്ത് പിടിക്കണം. കാര്യം ഞങ്ങളുടെ നാടിനൊരു ആവശ്യം വന്നപ്പോൾ ഞങ്ങളോട് കൂടെ നിന്ന് അവരെ പോലെയുള്ള ആളുകളോട് നമുക്ക് പറയാനുള്ളത്, എൻ്റെ കുടുംബം അതിനുവേണ്ടി ചെയ്യുന്നൊരു പ്രതിഫലമായിട്ടൊന്നും കരുതരുത്.
കാര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടിനെ ചേർത്ത് പിടിക്കുന്ന ആളുകളോട് എന്താ പറയുക, ഹൃദയത്തിൻ്റെ പാതിയാണ് ഞങ്ങൾ തരുന്നതെന്ന് മനസ്സിലാക്കുക. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. പ്രത്യേകിച്ച് ഈ പറഞ്ഞതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിദേശ മലയാളികൾ കഠിനാധ്വാനം ചെയ്യുന്നു. അവരതിൽ നിന്നും അർഹതപ്പെട്ടവരെ സഹായിക്കും. അത് നാട്ടിൽ എവിടെ എന്ത് വിഷമം വന്നാലും ആദ്യം സഹായിക്കുന്നത് പലപ്പോഴും പുറത്തുള്ള മലയാളികളെ തന്നെയാണ്. അവരുടെ അധ്വാന ഫലമാണ്. അതുപോലെ തന്നെ ജുബിന് പറയാനുള്ളത്, ജുബിൻ ഈ നാട്ടിൽക്കാരനാണ്, വയനാട്ടിലാണ്. ഇവിടുന്ന് മാക്സിമം പോയി എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ചൂരൽമലക്ക്? എനിക്ക് ഹാർഡ്ലി 25 കിലോമീറ്റർ. 25 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഇവിടുന്ന് ചൂരൽമല മുണ്ടക്കൈ പോകാൻ. 25 കിലോമീറ്ററിനകത്താണ്. അപ്പം സ്വന്തം നാടാണ്, ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി കാണുന്ന അവിടുത്തെ ജനങ്ങളുടെ വേദനകൾ നേരിട്ട് കണ്ട് അറിയാവുന്ന ഒരാളായതുകൊണ്ടാണ് ജുബിന് ഹൃദയം പിങ്ങി എൻ്റെ ചങ്കോടുള്ള വണ്ടി കൊടുത്താണെങ്കിലും ഒരു വീട് പണിയണമെന്നുള്ള ചിന്തയിലെത്തിയത്. അവസാനം ഫൈനലി ഒരു അത്ഭുതം സംഭവിച്ചത്, ജിബിൻ പറഞ്ഞ പോലെ സെലിൻ ചേച്ചി വണ്ടി എടുത്തിട്ട് ജിബിന് തന്നെ കൊടുത്തു. ജിബിൻ ഓടിക്കണം, ഞാൻ വരുമ്പോൾ എന്നെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ജിബിന് തന്നെ കൊടുത്തു. അതേ സമയത്ത് ആ കാശിന് ഒരു വീട് സ്പോൺസർ ചെയ്യാൻ ആ ചേച്ചി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും. അപ്പം സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ജുബിൻ ഒരു വീട് അവിടെ പണിത് തന്നതുപോലെ ആവുകയും അതേ സ്ഥാനത്ത് ജുബിന്റെ വണ്ടി ജുബിയുടെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മനസ്സിന്റെ ഉടമകളെ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് ഏതായാലും ഇപ്പോൾ ആദ്യം ഈ 25 വീടുകൾക്ക് തറക്കല്ലിട്ടു. ആ 25 വീടുകൾ ഇനിയുള്ള 2 മാസത്തിനകത്ത് പൂർത്തിയാക്കണമെന്ന് ആഗ്രഹമുണ്ട്, കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. തൊട്ട് പുറകെ അടുത്ത വീടുകളുടെ തറക്കല്ലിടണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു കാര്യം കൂടെ അതിൻ്റെ ഇടയിൽ പറയാതിരിക്കാൻ വയ്യ. വയനാട്ടിൽ ആരെങ്കിലും എവിടെയെങ്കിലും, വയനാട് ജില്ലയിൽ എവിടെയെങ്കിലും ഒരു 5 സെന്റ് സ്ഥലം മുതൽ നിങ്ങൾക്ക് പറ്റുന്ന എത്രയാണോ അത്ര സ്ഥലം തന്നാൽ ബാക്കിയുള്ളവർക്കും കൂടെ എത്രയും പെട്ടെന്ന് വീട് പണിത് കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ സ്ഥലം കൊടുക്കാൻ ഉള്ളിൽ തോന്നുന്ന ആരുണ്ടെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കരുതെന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന റോക്ക് ഹെവൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല മനോഹരമായ ഒരു കോട്ടേജാണ്. ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഉള്ള, ജിബിനൊക്കെ എപ്പോഴും ഭയങ്കര അറ്റൻറ്റീവ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും വയനാട് സന്ദർശിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ റോക്ക് ഹെവനിൽ വന്ന് താമസിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഇതൊരു ഈ ജുബിന്റെ സ്നേഹവും കരുതലും ഒക്കെ നമ്മൾ ഒരിക്കൽ വന്നാൽ പിന്നെ ഇവിടുന്ന് പോകാൻ മടിക്കും. അതാണ് ഒരു പ്രശ്നം. അത്രയും നല്ല അഡിക്ഷനായി മാറുന്നതാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. സാധിക്കുന്നവർ വയനാട് വഴി കടന്നു പോകുമ്പോൾ എപ്പോഴും കൽപ്പറ്റയിൽ നിന്ന് 2.5 കിലോമീറ്റർ ഉള്ളൂ അല്ലേ? കൽപ്പറ്റയിൽ നിന്ന് വെറും 2.5 കിലോമീറ്റർ ഉള്ളൂ. ഒരു കുന്നിന്റെ മേലാണ്. ജുബിൻ ടേക്ക് കെയർ ചെയ്തോളും. സോ ഇതിൽ ആര് പാസ് ചെയ്യുകയാണെങ്കിലും തീർച്ചയായും ഇവിടെ ഒന്ന് ഇറങ്ങാനും കാണാനും താമസിക്കാനും ഒക്കെ ഈ സ്ഥലത്തെ ഉപയോഗപ്പെടുത്തുക എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നമസ്കാരം.